അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ 3 നിലക്കുള്ള അള്ളാഹുവിലേക്ക് ഹൃദയം ഹയാത്തായ, അതാണ് പറഞ്ഞത്, ഹിദായത്തല്ല ഇവിടെ വെച്ച്, ഹൃദയം ഹയാത്തായ ആളുകളിലേക്ക് അള്ളാഹു താല എന്ത് ചെയ്യുന്നു? പ്രകാശങ്ങളിന് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വാരിദുൽ ഇന്തിബാഹ് 1-ാം പ്രകാശം, വാരിദുൽ ഇഖ്ബാൽ 2-ാം പ്രകാശം, വാരിദുൽ വിസാല് 3-ാം പ്രകാശം. ഇത് അള്ളാഹുവിൻ്റെ അടിമയെ വളർത്താൻ വേണ്ടി അള്ളാഹു താല ചെയ്യുന്ന എന്താണ്? ഓരോ അള്ളാഹുവിൽ നിന്നുള്ള വാരിദുകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വാരിദുകൾ സത്യവിശ്വാസിക്ക് ആവശ്യമാണ്, ഈമാനുള്ള ആളുകൾക്ക് ആവശ്യമാണ്. അതാണ് പറയുന്നത് അടുത്ത വരി, അൽ അൻവാറു മതായൽ ഖുലൂബി, അല്ലേ? 55-ാമത്തെ ഹിക്മത്ത് പറയുന്നില്ലേ, അൽ അൻവാർ. കണ്ടില്ലേ? അൽ അൻവാറു, തീർച്ചയായിട്ടും പ്രകാശങ്ങൾ എന്ന് പറയുന്നത് മതായൽ ഖുലൂബി, ഹൃദയത്തിൻ്റെ ഏതാണ്? വാഹനങ്ങളാണ്. വൽ അസ്റാറി, ഏതിൻ്റെയും? രഹസ്യങ്ങളുടെയും, അല്ലേ? സിറ് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യം. അസ്റാർ പറഞ്ഞാൽ രഹസ്യങ്ങൾ. ശ്രദ്ധിക്കണം. അപ്പോൾ അള്ളാഹു താല എങ്ങനെ നൽകുന്ന ഈ പ്രകാശങ്ങൾ, അത് മത്തായ. മത്തായ പറഞ്ഞാൽ എന്താണ്? വാഹനം. ശരിക്കും മത്തായ എന്നാൽ അറബിയിൽ പറയുന്നത് എന്താണ്? യാത്ര ചെയ്യാൻ, ശ്രദ്ധിക്കുക, യാത്ര ചെയ്യാൻ വേണ്ടി സജ്ജീകരിച്ച ഒട്ടകത്തിനാണ് ഏത് പറയല്? മത്തായ എന്ന് പറയും. യാത്ര ചെയ്യാൻ വേണ്ടി സജ്ജീകരിച്ച ഒട്ടകം, അത് യാത്രക്കാരന് ആവശ്യമല്ലേ, അല്ലേ? അതേപോലെ ഹൃദയത്തിന് ഇങ്ങനത്തെ ഒരു ഒട്ടകം ആവശ്യം, യാത്ര ചെയ്യാൻ ഒരു വാഹനം ആവശ്യം. ഹൃദയം യാത്ര പോവുകയാണ്, നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹൃദയം അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് വാഹനം ആവശ്യമാണ്. ആ വാഹനത്തിന് ഉള്ള ആ വാഹനം ഓരോ ഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? യാത്രയുടെ അവസ്ഥക്കനുസരിച്ച് അത് ചേഞ്ചിങ് വരുത്തും. എല്ലായിടത്തും ചിലപ്പോൾ നമ്മൾ ഒട്ടകം കൊണ്ടെത്തുമോ? അല്ലേ? എത്ര ദൂരം പോകണോ അതിനനുസരിച്ച് വാഹനത്തിന് ഏത് വേണ്ടി വരും? സ്പീഡും ക്ലാരിറ്റിയും വേണ്ടി, എന്തെങ്കിലും സ്പീഡും ഒക്കെ വേണ്ടി വരും. വാഹനം തന്നെ ചിലപ്പോൾ മാറേണ്ടി വരും. അപ്പം അങ്ങനെ ഹൃദയത്തിന് അള്ളാഹു താല അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ നൽകുന്നുണ്ട്. ആ വാഹനങ്ങളാണ് മൊത്തത്തിൽ ഈ പറഞ്ഞ ഏത്? പ്രകാശങ്ങൾ. മനസ്സിലായില്ലേ? വൽ അസ്റാറി, രഹസ്യങ്ങളുടെയും പ്രകാശങ്ങൾ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും. ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഹൃദയം, അല്ലേ? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാവുന്ന ഓരോ അവസ്ഥകളാണ് ഇപ്പോൾ ഈ പറയുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ മഹാനായ അഹമ്മദ് സറൂഖ് വലിയ തസൗഫിൻ്റെ ആളാണ്. തസൗഫിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം വെവ്വേറെ ആയിട്ട് ഓരോ സംഗതികൾ ഉണ്ടെങ്കിലും റൂഹിന് പറയുന്ന വിവിധ ഘട്ടങ്ങളാണ് ഏകദേശം ഇതൊക്കെ. ഇപ്പം നഫ്സ് എന്ന് പറഞ്ഞാലും, തസൗഫിൽ നഫ്സ് എന്ന് പറഞ്ഞാലും, അതുപോലെ പിന്നെ നമ്മൾ ഏത് പറയും? പലതും കേൾക്കാം. നഫ്സ് എന്ന് കേൾക്കാം, അതേപോലെ അക്കല് എന്ന് കേൾക്കാം, അല്ലേ? അക്കല് കേട്ടിട്ടില്ലേ? ഉണ്ട്. അതേപോലെ ഖൽബ്, പിന്നെ റൂഹ്, പിന്നെ സിറ്, ഇങ്ങനെ പല പ്രയോഗങ്ങൾ തസൗഫിൽ കാണാം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ആത്മാവ് തന്നെയാണ്. ആത്മാവിൻ്റെ വിവിധ ഡെവലപ്മെൻറ്റിൻ്റെ, ആത്മാവ് പിന്നെ അള്ളാഹുവിലേക്ക് പുരോഗതി പ്രാപിക്കുന്നതിന് വിവിധ ഘട്ടങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് തസൗഫിൽ. ഇതൊക്കെ ഖൽബ്, ശ്രദ്ധിക്കണം, റൂഹ്, നഫ്സ്, ഇതൊക്കെ പറയുന്നത്. യഥാർത്ഥ നഫ്സ് പറഞ്ഞാൽ നമ്മൾ തടിക്ക് പറയും, അത് വേറെ വിഷയം. ഹാർട്ടിന് ഏത് പറയും? ഖൽബ് എന്ന് പറയും, അല്ലേ? ബുദ്ധിക്ക് ഏത് പറയും? അഖ്ൽ എന്ന് പറയും. ഇത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആത്മീയതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റൂഹിൻ്റെ പരിവർത്തന ഘട്ടങ്ങളാണ് ഇതൊക്കെ. ആ റൂഹിൻ്റെ വിവിധ മേഖലകളാണിത്. ആത്മാവുണ്ടല്ലോ, ആത്മാവ് അല്ലാഹു തആല നമ്മളിൽ നിക്ഷേപിച്ച വളരെ മൃദുലമായ നമ്മളെ കൂടെ കഴിയുന്ന ആ വസ്തു, അതാണ് ഏത്? ആത്മാവ്. അതിൻ്റെ വിവിധ ഘട്ടങ്ങൾക്ക് ഉദാഹരണം പറയാം. അതിൻ്റെ മഹാനായ അഹമ്മദ് സറൂഖ് പറയാണ്, അതിൻ്റെ ഏറ്റവും ലോ ഘട്ടം, ഏറ്റവും തരംതാഴ്ന്ന ഘട്ടമാണ് ഏത്? നഫ്സ് എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ഏറ്റവും ലോ സ്റ്റാൻഡേർഡ് അതാണ് നഫ്സ്. എല്ലാം മനസ്സിലാക്കണം. അതെന്താണെന്നറിയോ? നഫ്സ് എന്ന് പറയുന്ന അവസ്ഥയിൽ ആത്മാവ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് ഏറ്റവും ലോ സ്റ്റാൻഡേർഡിൽ ആത്മാവ് പോകുമ്പോഴാണ്. കുറച്ച് നല്ല മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. ഉദാഹരണം പറയാം, നമ്മുടെ ആത്മാവ് തിന്മകളും
അതേപോലെ പാപങ്ങളും അതേപോലെ ഒരുപാട് ന്യൂനതകളുമായി മുഴുകിക്കളയുമ്പോൾ ആ ആത്മാവിൻ്റെ ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സാങ്കേതികമായ ഒരു പേരുണ്ട്. അതിനേത് പറയും? നഫ്സ് എന്ന് പറയും. അതാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ കാണാം, ഒരുപാട് ആയത്തുകൾ കാണാം. എന്താണ്? വനഫ്സിം വമാ സവ്വാഹ, അല്ലേ? പിന്നെന്താണ്? ഫഅൽഹമാ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇവിടെ എന്താ പറയുന്നത്? ആ നഫ്സിനെ പറ്റി അല്ലാഹു തആല സത്യം ചെയ്യാണ്. അത് ചൊവ്വാക്കിയവനാണ്, അതിൽ നന്മയും തിന്മയും തോന്നിച്ചവനാണ്, അതിനെ സംസ്കരിച്ചവനാണ് ഏറ്റവും വിജയി. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ നഫ്സിനെ സംസ്കരിച്ചവനാണ് ഏറ്റവും വലിയ ആര്? വിജയി. ഈ പറയുന്ന നഫ്സ് ഏത് നഫ്സാണ്? ശരീരത്തിലുള്ള ആത്മാവാണ് അവിടെ പറയുന്നത്, അല്ലേ? അതാണ് നഫ്സ്. അപ്പൊ ആത്മാവിന്റെ ഒരു സ്റ്റാൻഡേർഡ്, ലോ സ്റ്റാൻഡേർഡാണ് നഫ്സ്. കാരണം എന്താണ്? അവിടെ നമ്മൾ ശരീരം എന്നുള്ള ഭാഷ നഫ്സിന് വേണമെങ്കിൽ തടി എന്ന് വെക്കാം. തടിയെ നന്നാക്കിയവനും തടി ഉഷാറാക്കിയവനും വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തടിയന്മാർക്ക് സന്തോഷം ഉണ്ടാവുന്നല്ലാതെ അതിൽ വല്ല കാര്യമുണ്ടോ? അപ്പൊ കുറെ തിന്നലും കുടിക്കലായി കാരണം അതിനർത്ഥം മനസ്സിലാക്കേണ്ടത്. വ്യായാമം ചെയ്യുക, ജിമ്മിന് പോവുക, അയാളെന്ത് വിജയിച്ചിരിക്കുന്നു. അവിടെ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അതാണോ? ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിനെ ആ നഫ്സിനെ സംസ്കരിച്ചവൻ. അവിടെ നഫ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതാ ഉദ്ദേശിക്കുന്നത്? ആത്മാവാണ്. പക്ഷെ ആത്മാവിന്റെ ഏറ്റവും ലോ സ്റ്റാൻഡേർഡാണ് ഏത്? നഫ്സ് എന്ന് പറയുന്ന പ്രയോഗം തസവുഫിൽ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അതാ പറഞ്ഞത്. ചിലയിടത്ത് നഫ്സ് എന്ന് കാണാം, ചിലയിടത്ത് ബുദ്ധി എന്ന് പറഞ്ഞേ കാണാം, ചിലയിടത്ത് കൽബ് എന്ന് പറഞ്ഞേ കാണാം, ചിലയിടത്ത് റൂഹ് എന്ന് പറഞ്ഞേ കാണാം, ചിലപ്പോൾ സിർ എന്ന് കാണാം. ഇതെല്ലാം മൊത്തം കൂട്ടി വായിച്ചാൽ മനുഷ്യന്റെ ആത്മീയമായ, അവൻ്റെ ആത്മാവിൻ്റെ ആത്മീയമായ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്ക് വായിച്ചെടുക്കാം. ഇതാണ് മഹാനായ മസ്റൂഖ് വിശദീകരിച്ച്. അപ്പോൾ ആത്മാവിൻ്റെ ഏറ്റവും ലോ സ്റ്റാൻഡേർഡാണ് ഏത്? നഫ്സ് എന്ന് പറയുന്ന ഘട്ടം. നഫ്സ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് മാത്രമാണ് ഒരു ആത്മാവ് പോകുന്നതെങ്കിൽ ആ ആത്മാവ് സദാസമയം തിന്മകളുമായി മുഴുകിക്കൊണ്ടിരിക്കും. ആ ആത്മാവ് എപ്പോഴും ഏതിലായിരിക്കും? തിന്മയിലായിരിക്കും, ഷഹ്വാത്തുകളിലായിരിക്കും, വൈകാരികതകളിലായിരിക്കും. ആ ആത്മാവിന് തിന്മകളിലും വൈകാരികതകളും കഴിയുന്ന ഏതൊരു ആത്മാവുണ്ടോ അത് ഏറ്റവും ലോ സ്റ്റാൻഡേർഡാണ്. അത് ഏത് പേരിലാണുള്ളത്? നഫ്സ് എന്ന് പറയുന്ന അവസ്ഥയിലാണുള്ളത്. ഇനി ആ ആത്മാവ് ശ്രദ്ധിക്കണം. ഇനി ആത്മാവ് ലേശം ഡെവലപ്മെന്റ് വരുമ്പോൾ, പറയാൻ മനസ്സിലാണില്ലേ? ലേശം പുരോഗതി വരുമ്പോൾ, അതിനൊരു ഉണർവ് വരുമ്പോൾ എന്താണ്? അതിന് ഒരു ലേശം ഒരു ബോധം വരും. ആ ബോധം വരുന്ന ആത്മാവിൻ്റെ ആ ഘട്ടത്തിന് തസവുഫിൽ ഏത് പറയും? അഖല് എന്ന് പറയും, ബുദ്ധി എന്ന് പറയും. അത് ആത്മാവിൻ്റെ ഒരു ലേശ സ്റ്റാൻഡോട് കൂടിയ ഒരു ഘട്ടമാണ് ആത്മാവിൻ്റെ. മൊത്തം വായിച്ചെടുക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം എന്താണ്? അൽ-ആഖിലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ-ആഖിലു എന്താണ്? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണ്? മൻ ദാന നഫ്സഹു, നഫ്സിനെ പരാജയപ്പെടുത്തിയവനാണ്. നഫ്സിനെ പരാജയപ്പെടുത്തുമ്പോൾ ആ ആത്മാവ് ആരായി? ആഖിലായി, ബുദ്ധിമാനായി. വഅമില ലിമാ ബഅദൽ മൗത്ത്, ശേഷം മരണത്തിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കാര്യമായുള്ള ശ്രദ്ധയും അയാളുടെ ഏർപ്പാടുകളും ഏതിനു വേണ്ടി മാത്രമാണ്? മരണത്തിന് വേണ്ടിയാണ്. മരിച്ചാൽ ചെയ്യാവുന്ന അവസ്ഥകൾക്ക് വേണ്ടിയാണ്. ജീവിക്കാൻ വേണ്ടി ഭദ്രത കാട്ടുന്നതിനേക്കാൾ ആൾ കാര്യമായി ശ്രദ്ധിക്കുന്നത് മരിച്ചുപോയുള്ള അവസ്ഥകൾ എങ്ങനെ സുസ്ഥിരമാക്കാം എന്ന വിഷയത്തിലാണ്. അങ്ങനെ ഒരു നിലപാട് ഒരു ആത്മാവിന് വന്നാൽ അയാൾ ആരായി? ആത്മാവ് ആരായി? ആഖിലായി. ആത്മാവ് ബുദ്ധിയുള്ള ആത്മാവായി. അത് ആത്മാവിൻ്റെ ഒരു ഘട്ടമാണ്. അൽ-ആജിസു മൻ അത്ബഅ നഫ്സഹു വതമന്ന ബഅദൽ മൗത്ത് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു റിപ്പോർട്ടിൽ കാണാം. വിഡ്ഢി എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കുന്നവനും എന്നിട്ട് അള്ളാഹുവിൽ കുറെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നവനുമാണ്. അത് വിഡ്ഢിയാണ്. അപ്പൊ നഫ്സിനെ പരാജയപ്പെടുത്തുന്നതോടുകൂടിയാണ് ആ ആത്മാവ് ഏത് അവസ്ഥയിലേക്ക് പോവുക? അഖല് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആത്മാവ് വികസിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അത് ആത്മാവിന്റെ അർത്ഥം.
അപ്പം നഫ്സിനെ പരാജയപ്പെടുത്തി തിന്മകളെ നന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മ ഏതാണെന്ന് തിരിച്ചറിയുകയും, ശ്രദ്ധിക്കണം, നന്മ ഏതാണെന്ന് തിരിച്ചറിയുകയും അത് ഏതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ബോധം, ഒരു ഉണർവ് ഒരു ആത്മാവിന് കിട്ടുന്നുണ്ടോ, അപ്പോൾ ആത്മാവ് ഏതായി? ആത്മാവ് അഖല് എന്ന് പറയുന്ന സാങ്കേതിക അവസ്ഥയിലേക്ക് മാറി. മനസ്സിലാവുന്നില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ ആത്മാവിന് ഒന്നും കൂടി ഡെവലപ്പ് വരും. നമ്മളിൽ ഉണ്ടാകുന്ന ഈ ആത്മാവിൻ്റെ പുരോഗതിയാണ് പറയുന്നത്. നമ്മൾ എവിടെയാണെന്ന് നമുക്ക് ഇതുമതി മനസ്സിലാക്കി വെക്കും, വായിച്ചെടുക്കാൻ കഴിയും. പിന്നെ ആത്മാവിനൊരു പുരോഗതി വരും. അതായത് അപ്പോൾ ബോധങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രവർത്തിക്കുമ്പോൾ എന്താണ്? നന്മകൾക്കും തിന്മകൾക്കിടയിൽ കിടന്നിട്ട് എന്ത് ചെയ്യും? ആത്മാവ് കിടന്ന് കളിക്കും. അങ്ങോട്ടും മറിയും ഇങ്ങോട്ടും മറിയും. അതാണ് ഖൽബ്. മനസ്സിലായില്ലേ? മാസുമിയൽ ഖൽബു ഇല്ലാ മിൻ തഖല്ലുബിഹി. ഖൽബിന് ഖൽബ് എന്ന് പറയാൻ കാരണം ഈ സാധനം അങ്ങോട്ടും കൊണ്ടും മറിഞ്ഞേന്. ഒരു മനുഷ്യൻ്റെ ഹൃദയം വളരെ പെട്ടെന്ന് മാറുന്നതാണ്, അങ്ങോട്ടും കൊണ്ടും മറിയും. ഈ ഘട്ടത്തിലേക്ക് ഒരു ആത്മാവ് വരുന്നുണ്ട്. നന്മകളുടെയും തിന്മകളിലേക്ക് ഇടുന്നത് അതിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല, വളരെ പെട്ടെന്നാണ് ചിലപ്പോൾ മനുഷ്യൻ്റെ ആശയങ്ങൾ മാറുക. അതാണ് ഖൽബിന് ഖൽബ് പറയാൻ കാരണം. ഈ ഇപ്പോൾ കാറ്റടിച്ചാൽ ഒരു ഉണക്ക ഇല പല ഭാഗത്തേക്കും മറിയും. ഇവിടുന്ന് കാറ്റടിച്ചാൽ അങ്ങോട്ട് മറിയും, അവിടുന്ന് കാറ്റടിച്ചാൽ ഇങ്ങോട്ട് മറിയും. ഈ മറിച്ചിൽ പോലെയാണ് ഹൃദയത്തിൻ്റെ മറിച്ചിൽ. നന്മകൾക്കും തിന്മകൾക്കിടയിൽ കിടന്നത് അതിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഹൃദയം, അതാണ് ഖൽബ്. അത് ആത്മാവിൻ്റെ വേറൊരു പുരോഗതിയാണ്. അതിൽ നിന്നും പിന്നെ മോചനം നേടി പിന്നെ കുറച്ച് സമാധാനമടങ്ങി ഒന്ന് റാഹത്താവുന്ന അവസ്ഥയിൽ നന്മയിൽ ഉറച്ചു നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിലാവുമ്പോഴാണ് ശരിക്ക് ഏതാവുന്നത്? അത് റൂഹ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അതും കഴിഞ്ഞ് അള്ളാഹു എന്നുള്ള കുറേ കശ്ഫുകൾ, വെളിപാടുകൾ വരുന്ന, അത്ഭുതങ്ങൾ വരുന്ന, പുറത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത, പുറത്ത് ഔട്ട് ചെയ്യാൻ പറ്റാത്ത, സ്വയം മനസ്സിലാക്കുകയും മറ്റോട് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തമായ കുറേ അത്ഭുതങ്ങൾ ചിലപ്പോൾ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിന് സിറ് എന്ന് പറയും. മനസ്സിലായില്ലേ? നമുക്ക് പറഞ്ഞു പഠിക്കാനുള്ള വിഷയമല്ല, ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള വിഷയമല്ല, അത് അനുഭവിക്കേണ്ട വിഷയമാണ്. അപ്പം ഇത് യഥാർത്ഥ ഇതൊക്കെ ആത്മാവിൻ്റെ വിഷയങ്ങളാണ്. ഇതാണ് ആത്മാവിൻ്റെ അവസ്ഥകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു തആല ഈ ആത്മാവിലേക്കാണ് നോക്കുന്നത്. അതാണ് അള്ളാഹു തആല നിങ്ങളെ ഹൃദയത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ഹാർട്ട് അല്ലേ, നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസിലും കാണാമല്ലോ, ഒരാൾ ഒരു തിന്മ ചെയ്താൽ ഹാർട്ടിൽ എന്തുണ്ടാവും? ഹൃദയത്തിൽ, ഖൽബിൽ കറുത്ത പുള്ളി ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടി ചെയ്താൽ വികസിക്കും. അവസാനം കല്ലാബറാന എന്ന് പറയുന്ന കരിങ്കട്ട പോലെ ആ ഹൃദയമാവും. ഒരു തെമ്മാടി, ഒരു കൊടിയ കാഫിർ മരിച്ചാലും ഹാർട്ടെടുത്ത് പരിശോധിച്ചാൽ നമുക്കവിടെ കരിങ്കട്ട കാണാൻ സാധിക്കും? ഇല്ല. അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു തിന്മയിൽ നിന്ന് മാറി നിന്നാൽ ഹൃദയത്തിൽ പ്രകാശം വരും. ഒരു തെറ്റ്, ഒരു ഹറാമ് നമ്മൾ നോക്കാഞ്ഞാൽ അള്ളാഹു തആല നമുക്ക് ഒരു ഉപകാരം ചെയ്യും. നമ്മൾ ഒരു ഹറാമ് നോക്കുമ്പോൾ അത് പാടില്ല, അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് കണ്ണ് ചിമ്മിയാൽ ഉടനെ ഒരു പ്രകാശം ഇട്ട് വരും. ഇത് അള്ളാഹു തആല തരും. അതാണ് വാരിതുകൾ. നമ്മളെ നിയന്ത്രിച്ചു പോകുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ വെളുത്ത് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഇതും പ്രത്യക്ഷത്തിൽ ഒരാളുടെ ഹൃദയം എടുത്ത് നോക്കിയാൽ ഇതൊന്നും നീല കാണൂല. ഒരു ഹദീസിൽ കാണാം, പെരുന്നാളിൻ്റെ രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ നവ്വർ അല്ലാഹു ഖൽബഹു എന്നാണ്. അയാളുടെ ഹൃദയം അല്ലാഹു തആല പ്രകാശിപ്പിക്കും. പല ഹദീസിലും കാണാം അല്ലേ, ഒരുപാട് ഹദീസിൽ നവ്വർ അല്ലാഹു ഖൽബഹു, പല സുന്നത്തായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ ഇവിടെയൊക്കെ കാണാം എന്താണ്, അയാളുടെ ഹൃദയം അല്ലാഹു തആല പ്രകാശിപ്പിക്കും. അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളെ ഹൃദയത്തിലേക്കാണ്. യഥാർത്ഥത്തിൽ ഹൃദയം എന്നൊക്കെ പറയുന്നത് ഇവിടെ മനസ്സിലാക്കണം, അത് സാങ്കേതികമായി നമ്മൾ ഹൃദയം എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അല്ലാഹു തആല നോക്കുന്നത് ആത്മാവിലേക്കാണ്. ആ ആത്മാവിനെ ആരാണ് സംസ്കരിച്ചവൻ, അയാൾ വിജയിച്ചു. അപ്പൊ ആ ആത്മാവിന്
അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്യാൻ ഏത് വേണം? വാഹനങ്ങൾ ആവശ്യമാണ്. അതിന് അള്ളാഹു തആല ഇട്ടുതരുന്ന വാഹനങ്ങളാണ് അള്ളാഹുവിൽ നിന്നുള്ള ഓരോ പ്രകാശങ്ങൾ. അള്ളാഹു തആല ഓരോ പ്രകാശങ്ങൾ, നൂറുകൾ, പ്രകാശം എന്ന ഉദ്ദേശം അള്ളാഹു തആല ഓരോ സന്മാർഗങ്ങൾ, നല്ല നല്ല ചിന്തകൾ അള്ളാഹു തആല ഇട്ട് തന്നിട്ട് എന്ത് ചെയ്യും? ആ ആത്മാവിനെ യാത്ര ചെയ്യിപ്പിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അൽ അൻവാറു മതായൽ ഖുലൂബി, പ്രകാശങ്ങൾ ഹൃദയത്തിൻ്റെ വാഹനങ്ങളാണ്. വൽ അസ്റാറി, ഇതിൻ്റെയും രഹസ്യങ്ങളുടെയും വാഹനങ്ങളാണ്. ഇനി നോക്കൂ, ഈ പ്രകാശങ്ങൾ പിന്നെ എങ്ങനെയാണ് നമ്മളെ ഹൃദയത്തിൽ സ്വാധീനിക്കുന്നത് എന്നാണ് അടുത്ത വരി പറയുന്നത്. 50 ഹിക്മത്താണ്? 56. ശ്രദ്ധിക്കണം, അതൊന്ന് വായിക്കാം. അന്നൂറു ജുന്ദുൽ ഖൽബി, അല്ലേ? അന്നൂറു, നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം. നമുക്ക് അല്ലാഹു തആല ഇട്ടുതരുന്ന പ്രകാശം ഉണ്ടല്ലോ, ജുന്ദുൽ ഖൽബി, അത് ഏതാണ്? ഹൃദയത്തിൻ്റെ ജുന്ദ് പറഞ്ഞാൽ ജുനൂദ്. ജുനൂദ് പറഞ്ഞാൽ സൈന്യം, അല്ലേ? ജുന്ദ് പറഞ്ഞാൽ പ്രകാശം ഹൃദയത്തിൻ്റെ സൈന്യമാണ്. അല്ലാഹു തആല ഇട്ടുതരുന്ന ഈ പ്രകാശം നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതാണ്? സൈന്യമാണ്. നമ്മുടെ ഹൃദയത്തിന് സൈന്യം ആവശ്യമാണ്. അതാണ് ഒരു സൈനിക പണിയാണ് ഹൃദയത്തിന് ഏതെടുക്കുന്നത്? ആ പ്രകാശം എടുക്കുന്നത്. കമ അന്ന ദുൽമത ജുന്ദുൻ നഫ്സി, അന്ധകാരം നഫ്സിന്റെ സൈന്യമാണ്. ശ്രദ്ധിക്കണം, നഫ്സ് എപ്പോഴും ഏതാണ്? ഇവിടെ ഒരു സംഗതി മനസ്സിലാക്കേണ്ടതുണ്ട്. നഫ്സ് എന്ന സംഗതി എപ്പോഴും അന്ധകാരമാണ്. നഫ്സിന്റെ ഭാഗത്തേക്ക് ഒരു മനുഷ്യൻ എപ്പോഴോ പോകുന്നു, ആൾ പോകുന്നത് ഏതിലേക്കാണ്? ഇരുട്ടിലേക്കാണ്. അത് പറയാൻ കാരണം എന്താണ്? നഫ്സ് എപ്പോഴും നമ്മളെ ഏതിലേക്ക് നയിക്കും? തിന്മയിലേക്ക് നയിക്കും. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, നഫ്സിനെ പരാജയപ്പെടുത്താൻ, പിശാചിനെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ പ്രയാസമാണ് ഏതിനെ കീഴ്പ്പെടുത്താൻ? നഫ്സിനെ പരാജയപ്പെടുത്താൻ. കാരണം നഫ്സ് നമ്മളെ ഏറ്റവും വലിയ ശത്രു ഏതാണ്? നമ്മളെ നഫ്സാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ ശരീരമാണ് നമ്മളെ നഫ്സ്. ഇവിടെ പറയുന്നത് നഫ്സ് പറഞ്ഞ ആത്മാവല്ല, ദേഹത്തിന് എന്ത് പ്രത്യേകമായ കുറെ ഏതുണ്ട്? താല്പര്യങ്ങളുണ്ട്. ആ ദേഹമാണ് നമ്മളെ ഏറ്റവും വലിയ നമ്മളെ ഏറ്റവും വലിയ ശത്രു. അതിന് കുറെ സ്വയമായ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. കുറെ ഭക്ഷിക്കുക, കുറെ സുഖിക്കുക, കുറെ ആസ്വദിക്കുക, കുറെ ഉറങ്ങുക, ഇങ്ങനെ കുറെ താല്പര്യങ്ങൾ ഇതിനുണ്ട്, ശരീരത്തിനുണ്ട്. അപ്പോൾ അത് നഫ്സ് അന്ധകാരത്തിന്റെ സൈന്യമാണ്. അപ്പൊ നഫ്സിലേക്ക് നമ്മൾ ആത്മാവിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളെ നഫ്സിന്റെ ഭാഗത്ത് സൈന്യമുണ്ട്, അത് ഇരുട്ടിന്റെ സൈന്യമാണ്. ഹൃദയത്തിന്റെ ഭാഗത്ത് സൈന്യമുണ്ട്, അതേതിന്റെ സൈന്യമാണ്? വെളിച്ചത്തിന്റെ സൈന്യമാണ്. അപ്പൊ അന്നൂറു ജുന്ദുൽ ഖൽബ്, പ്രകാശം അത് ഏതിന്റെ? ഹൃദയത്തിന്റെ സൈന്യമാണ്. കമ അന്ന ദുൽമത്ത, ഏതുപോലെ? ദുൽമത്തായതുപോലെ ചുന്ദുൻ നഫ്സി, ഏതിന്റെ സൈന്യമാണ്? നഫ്സിന്റെ സൈന്യമായതുപോലെ. അപ്പൊ ഫൈദ അറാദല്ലാഹു, അല്ലാഹു തആല പണിയെടുക്കുന്ന രീതിയാണ് പറഞ്ഞിരുന്നത്. ഫൈദ അറാദല്ലാഹു, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, അൻ യൻസുറ അബ്ദഹു, അല്ലാഹുവിന്റെ ഒരു അടിമയെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ, അമദ്ദഹു, അല്ലാഹു തആല അവനെ സഹായിക്കും, ബിജുനൂദിൽ അൻവാരി, പ്രകാശങ്ങളുടെ സൈന്യങ്ങൾ കൊണ്ട്. അപ്പം അല്ലാഹു തആല അള്ളാഹുവിൻ്റെ അടിമയെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ എന്ത് ചെയ്യും? അവൻ ആ ഹൃദയത്തിലേക്ക് നഫ്സിനെതിരെ പോരാടാൻ ഏതിട്ടുകൊടുക്കും? പ്രകാശങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുക്കും, ആത്മീയതകൾ ഇട്ടുകൊടുക്കും. ആത്മീയമായ അനുഭൂതികൾ, നല്ല ചിന്തകൾ, പിടിച്ചെടുക്കാനുള്ള മനക്കരുത്തുകൾ, ഇതൊക്കെ അല്ലാഹു തആല അയാൾക്ക് ഇട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യും? നഫ്സിനെ അയാളെ കൊണ്ട് പരാജയപ്പെടുത്തിപ്പിക്കും. വഖതഅൻഹു, അവനെ തൊട്ട് മുറിച്ചു കളയും, അവനെ തൊട്ട് ഒഴിവാക്കിക്കൊള്ളും. മദദ ദുൽമി, ദുൽമിന്റെ സഹായം, ദുൽമിന്റെ അന്ധകാരത്തിന്റെ നഫ്സിന്റെ ആ സഹായം അത് അവനെ തൊട്ട് എന്ത് ചെയ്യും? അവനെ ഒഴിവാക്കും. അവനെ തൊട്ട് അല്ലാഹു തആല പ്രകാശത്തിന്റെ സഹായം നിറക്കും, അവനിൽ ഇട്ടുകൊണ്ടേയിരിക്കും. ദുൽമിന്റെ സഹായം അവനെ തൊട്ട് എന്ത് ചെയ്യും? അവനെ മുറിച്ചുകൊണ്ടിരിക്കും. ദുൽമിന്റെ സഹായം നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്തതാണ്. ദുൽമിന്റെ സഹായം നമ്മൾ പേടിക്കേണ്ടതാണ്. ആ ദുൽമിന്റെ സഹായം അല്ലാഹു തആല നമ്മളെ തൊട്ട് തടഞ്ഞു വെച്ചിട്ട് പ്രകാശത്തിന്റെ സഹായം അല്ലാഹു തആല നമുക്ക് ഇട്ടുതരും. വല്ല അയ്യാറി, മറ്റുള്ള നഫ്സിന്റെ ഷെറുകളാണ്. അയ്യാർ പറഞ്ഞാൽ നഫ്സല്ലാത്ത പുറംഭാഗത്തുള്ള മറ്റ്, അയ്യാർ എന്ന വയറ്, മറ്റുള്ളത് നഫ്സല്ലാത്ത വേറെയും കുറെ ശത്രുക്കൾ നമുക്കുണ്ടല്ലോ, ആ ഷെറുകളെ തൊട്ടും അല്ലാഹു തആല ഈ പ്രകാശങ്ങൾ കൊണ്ട് കാക്കും. അയ്യാർ പറഞ്ഞാൽ നഫ്സ് പോട്ടെ, നമ്മളെ നഫ്സല്ലാത്ത ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ട്. ആരാണ് നഫ്സല്ലാത്ത വേറെ ശത്രുക്കൾ? ഏതാണ്? ആരാണ്?
പിശാച് പോട്ടെ, അതിപ്പോ അത് ഏതായാലും ശത്രു തന്നെയാണ്. അതല്ലാത്ത വേറെ കുറെ ശത്രുക്കളില്ലേ? ആരാണ്? സന്താനങ്ങൾ നമ്മൾ ശത്രുക്കളാണ്. നമ്മളെ ഭാര്യമാർ നമ്മളെ ശത്രുക്കളാവും, അല്ലെ? സന്താനങ്ങൾ നമ്മളെ ശത്രുക്കളാവും. അവർ ഫുള്ള് ശത്രുക്കളാന്നല്ല പറഞ്ഞത്. ഭാര്യമാർ നമ്മളെ ശത്രുക്കളാവും, നമ്മളെ സമ്പത്ത് നമ്മളെ ശത്രുക്കളാവും, നമ്മളെ ഏർപ്പാട് നമ്മളെ ശത്രുക്കളാവും, നമ്മളെ മുതലുകൾ നമ്മളെ ശത്രുക്കളാവും. ഇതൊക്കെ ബാഹ്യമായി നമ്മളെ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ആ ശത്രുതയെ തൊട്ട് തടയണമെങ്കിലും, അവരുടെ ശത്രുതയാണെന്ന് മനസ്സിലാക്കുവാനും ആ ശത്രുതയെ തൊട്ട് തടയണമെങ്കിലും അവിടെ സഹായിക്കും ഏത്? അൻവാറുകൾ. അതാണ് അൻവാറുകൾ. അതാണ് അള്ളാഹു തരുന്ന ഹൃദയത്തിന്റെ ഈ സൈന്യം സ്വന്തം നഫ്സിനെ തൊട്ടും പരാജയപ്പെടുത്തി തരും, അതുപോലെ തന്നെ മറ്റു ശത്രുക്കളെ തൊട്ടും പരാജയപ്പെടുത്തി തരും. ഇതിന് അള്ളാഹുവിന്റെ അതാ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അടിമകൾക്ക് ഹൃദയം യാത്ര ചെയ്യണമെങ്കിൽ വാഹനം ആവശ്യമാണ്. ഈ വാഹനങ്ങൾ ആരിട്ട് കൊടുക്കണം? സർവശക്തനായ അള്ളാഹു താല ഇട്ടുതരണം. അതിന് അള്ളാഹുവിന്റെ അടിമ എന്ത് ചെയ്യാം? ആദ്യം തുടക്കത്തിൽ കുറച്ച് പണിയെടുക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ലേശം പണിയെടുത്താലേ ഇതൊക്കെ കിട്ടുള്ളൂ. അല്ല എന്നും ഇങ്ങനെ ശരീരത്തിന് താല്പര്യം നമ്മളിങ്ങനെ എന്നും മടിയാണ്, നന്നാണില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് മെനക്കെടാ. ആദ്യം കുറച്ച് തുടക്കത്തിൽ കുറച്ച് റിസ്ക് എടുത്താൽ പിന്നെ നമുക്കത് ലളിതമാക്കി തരും. അള്ളാഹു തആല പ്രയാസമല്ലാതെയാക്കി തരും. ഏത് സംഗതിയും തുടക്കത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതാണ് മഹാന്മാർ പറഞ്ഞത്, ഹൃദയത്തിൽ ദിക്ർ കയറുന്നില്ലെങ്കിലും ഇനി ചെല്ലണം എന്ന് പറയാൻ കാരണം എന്താണ്? കുറെ ചെല്ലി ചിലപ്പോൾ പിന്നെ അത് ഏത് തുടങ്ങും? കയറൽ തുടങ്ങും. തുടക്കത്തിൽ കുറച്ചു കാലം സുന്നത്തുകൾ നിസ്കരിക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ ശരീരത്തിന് ക്ഷീണം വരും, കുഴക്ക് വരും, ശരീരത്തിന് വേദനകൾ വരും. 4 ദിവസം കുറച്ച് ദിവസം തുടർന്ന് ചെയ്താൽ പിന്നെ അത് പോരാന്ന് തോന്നും. അള്ളാഹു തആല ശരീരം പണിയെടുത്തിട്ട് ശരീരത്തിൽ നിന്ന് പിന്നെ അത് ആത്മാവ് ഏറ്റെടുക്കൽ തുടങ്ങിയാൽ ഇബാദത്തുകൾ ക്ഷീണം വരൂല. നമ്മളെ ഇബാദത്തുകൾ ക്ഷീണം വരാതിരിക്കാൻ ആത്മാവ് നമ്മളെ ഇബാദത്ത് ഏറ്റെടുത്തതിന്റെ അടയാളമാണ്. ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പിന്നെ ഏതുണ്ടാവില്ല? ക്ഷീണം ഉണ്ടാവില്ല. പ്രത്യക്ഷത്തിൽ നമ്മളെ മുമ്പത്തെ അവസ്ഥ നോക്കുമ്പോൾ പല സമയത്തും നമ്മൾ കിടന്നുറങ്ങേണ്ട പല സമയങ്ങളാണ്. അങ്ങനത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അത്ര യാത്ര ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ ഫർളും സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. മുമ്പത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഉറങ്ങും, തോന്നുമ്പോൾ എണീക്കും, അങ്ങനെ ആയിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ആത്മാവ് നമ്മളെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. ആത്മാവ് ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ഇബാദത്തിന് ക്ഷീണം ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമയെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെ ആത്മാവ് അവനെ ഏറ്റെടുക്കും. ആത്മാവ് ഏറ്റെടുക്കാൻ അള്ളാഹു തആല ആത്മാവിലേക്ക് എന്ത് ചെയ്യും? പ്രകാശങ്ങൾ ഇട്ട് കൊടുക്കും. ആ പ്രകാശങ്ങൾ അവന്റെ ഹൃദയത്തിൽ സൈന്യമായി പ്രവർത്തിക്കും. ആ സൈന്യം അവന്റെ ശരീരത്തിന്റെ ശത്രുക്കൾക്കെതിരെ സൈന്യങ്ങൾക്കെതിരെയും മറ്റു ബാഹ്യമായ ശത്രുക്കൾക്കെതിരെ സൈന്യങ്ങൾക്കെതിരെയും ഈ സൈന്യം എന്ത് ചെയ്യും? പണിയെടുക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ അള്ളാഹു തആല അള്ളാഹുവിന്റെ ശ്രദ്ധിക്കണം. ഇനി അള്ളാഹുവിന്റെ പ്രകാശം ഒരടിമക്ക് കിട്ടിയാൽ അതിന് ചില അടയാളങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ പ്രകാശം അള്ളാഹുവിന്റെ അടിമക്ക് കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം. അത് 3 രീതിയിലാണ് വരിക. അള്ളാഹുവിന്റെ പ്രകാശം വരുന്ന രീതികൾ കാണാം. ഒന്നാമത്, അള്ളാഹിന്റെ പ്രകാശം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് യഖീൻ ഉണ്ടാവും. മഹാനായ അഹ്മദ് സറൂഖ് പറയാണ്, വഅംദാദുൽ അൻവാരി, ശ്രദ്ധിക്കണം, നമ്മൾ നിർത്താൻ പോകണം, ശ്രദ്ധിക്കണം. വഅംദാദുൽ അൻവാരി, പ്രകാശങ്ങളുടെ ആ സഹായം സലാസത്തുൻ, അത് 3 എണ്ണമാണ്. അവ്വലുഹു യഖീനു, ഒന്നാമത് അയാൾക്ക് ദൃഢവിശ്വാസം ഉണ്ടാവും. എല്ലാത്തിനും വരുന്ന ഒരു യഖീൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഏതാ? ഇപ്പൊ ഇന്ന് നിസ്കരിക്കണം, അത് നിസ്കരിക്കണം, അതിന് സുന്നത്ത് നിസ്കരിക്കണം, യഖീൻ ഉണ്ടാവും. ഇന്ന് വേണം, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ റമദാൻ മുതലാണ് ഉഷാറ. ഈ ആദ്യ എന്തുണ്ടാവില്ല, ദൃഢതക്കുറവാക്കണ്ടേ. അയാൾ എന്താ തീരുമാനിച്ച് അതിലൊരു യഖീൻ ഉണ്ടാവും. അപ്പൊ അയാളെ കാര്യങ്ങൾ കറക്റ്റ് മുന്നോട്ട് പോകും. അല്ലാഹു തആല സഹായം കിട്ടുന്ന ആളുകളുടെ 3 വിധത്തിലാണ്. ഒന്ന്, അയാൾക്ക് യഖീൻ ഉണ്ടാവും. ലാ യുഖാലിതു ശക്കുൻ വലാ റൈബുൻ, അയാൾക്ക് ഏതുണ്ടാവില്ല? സംശയമോ ആശയക്കുഴപ്പമുണ്ടാവില്ല. ദൃഢവിശ്വാസം. യഖീൻ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാകുക? യഖീൻ ഉണ്ടാവുമ്പോൾ അയാൾക്ക് എല്ലാത്തിലും എന്തുണ്ടാവും? ഒരു ദൃഢത ഉണ്ടാവും. അയാളുടെ വിഷയത്തിൽ, തീരുമാനത്തിൽ ദൃഢത ഉണ്ടാവും. അയാളുടെ വിഷയത്തിൽ അയാൾക്ക് തന്നെ ഉറപ്പുണ്ടാവും, ഞാൻ കുടുങ്ങൂല, കാരണം എൻ്റെ റബ്ബിൻ്റെ ഒപ്പമുണ്ട്. അള്ളാഹു പറഞ്ഞത് ശരിയാണ്. നമുക്ക് അള്ളാഹു തന്നെ പറഞ്ഞ ആയത്തും കാര്യമൊക്കെ ഓർമ്മയുണ്ട്. സംഗതിക്ക് ശരിയാണ്, അതൊക്കെ ഖുർആനിൽ ഹദീസുള്ള, ഇതിപ്പോ എങ്ങനെ പരിഹരിക്കുക എന്ന് തോന്നണമെങ്കിൽ അയാൾക്ക് ഇതില്ല, യഖീനില്ല. പല ആളുകൾ, വലിയ വലിയ പേരുള്ള ആളുകളുണ്ട്, ഹദീസും ആയത്തൊക്കെ ധാരാളം ഓതിത്തരും. വിഷയത്തിയാൽ നമ്മളെക്കാരൊക്കെ എടുത്ത് പതറും.
വിവരമല്ല. യക്കീൻ എന്ന് പറഞ്ഞ സംഗതി വേറെയാണ്. യക്കീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഇട്ട് തരുന്നതാണ്. അപ്പോൾ വിഷയങ്ങളൊക്കെ നമുക്കറിയാം, എല്ലാം അറിയാം, ആയത്തും ഹദീസൊക്കെ പറയാം. പക്ഷേ പ്രയാസം പറഞ്ഞ പ്രതിസന്ധി വരുമ്പോൾ അയാൾ തളരൂല. അവിടെ അള്ളാഹുവിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. ദുർബലതനാണെങ്കിലോ വിഷയങ്ങൾ വരുമ്പോൾ അയാൾ പതറും. അയാൾക്ക് ആ വിഷയത്തിലൊക്കെ സംഗതിയൊക്കെ ശരിയാണെങ്കിലും അതിലൊക്കെ ആൾക്ക് ഇപ്പോഴും ഫുള്ള് കയറിയിട്ടുണ്ടാവില്ല. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, സംഗതി ശരിയാണ്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ അങ്ങനെയൊക്കെ ആവോ എന്നൊക്കെ ഒരു ആശയമൊക്കെ അയാൾക്ക് ഉണ്ടാവും. അപ്പൊ അല്ലാഹു തആലയുടെ സഹായം കിട്ടിയ വ്യക്തിക്ക് മനസ്സിലാക്കാം. അത് മഹാനായ അഹ്മദ് സറൂഖ് പറയുന്നത് അംദാദുൽ അൻവാരി സലാസത്തുൻ, അള്ളാഹുവിൻ്റെ സഹായങ്ങൾ നൂറിൻ്റെ പ്രകാശങ്ങൾ 3 രീതിയിലാണ്. അവ്വലുഹാ യഖീനുൻ, ഒന്നാമത്തെ യഖീനാണ്. വസാനി ഇൽമുൻ തസ്ഹബുഹു ബസീറത്തുൻ, എല്ലാ വിഷയങ്ങളും ഒരു ഉൾക്കാഴ്ചയുള്ള ഇൽമുണ്ടാവും. ഒരു വിഷയം പഠിച്ചാൽ ആ വിഷയത്തിൽ ശരിയായ ബോധത്തിൻ്റെ ഇൽമുണ്ടാവും. വിഷയം ഇങ്ങനെ കാണാതെ പഠിക്കലല്ല ഇൽമ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് എന്തുണ്ടാവും, അതിൻ്റെ ഉള്ളും പുറവും അയാൾക്കൊരു എന്തുണ്ടാവും, ഒരു തീരുമാനം ഉണ്ടാവും, ഒരു കാഴ്ചപ്പാടുണ്ടാവും. അങ്ങനത്തെ ഇൽമാണ് അയാൾക്ക് ഉണ്ടാവുക. ഹസാനി ഇൽഹാമുൻ, മൂന്നാമത് അള്ളാഹു തആല എന്ത് ചെയ്യും, അയാൾക്ക് ഇൽഹാമുകൾ കൊടുക്കും. അത് പിന്നെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അള്ളാഹു തന്നെ അയാളെ മനസ്സിലേക്ക് എന്തെങ്കിലും കുറേ ചിന്തകൾ ഇട്ടുകൊടുക്കും. ളുൽമിന്റെ സഹായം ശ്രദ്ധിക്കണം. അന്ധകാരത്തിന്റെ സഹായം അള്ളാഹുവിൽ നിന്ന് ചിലപ്പോൾ കിട്ടും. അള്ളാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. അതും 3 രീതിക്കുണ്ട്. ഒന്ന് അവ്വലാ ലഫുൽ യഖീൻ, അയാൾക്ക് എന്തുണ്ടാവില്ല, ഒരു ദൃഢവിശ്വാസം ഉണ്ടാവില്ല. അസ്താനി വലബത്തുൽ ജഹലി അലൻ നഫ്സി, ശ്രദ്ധിക്കണം, വലബത്തുൽ ജഹലി അലൻ നഫ്സി, അയാളുടെ വിവരക്കേട് അയാളുടെ ശരീരത്തിൽ മികച്ചുകൊണ്ടിരിക്കും. അയാൾ വിവരക്കേട് മേച്ചുകൊണ്ടിരിക്കും. അയാൾ എന്താണ്, പിന്നെ അയാളുടെ ശരീരം അയാൾക്കനുസരിച്ച് കിട്ടൂല. അയാൾ വിവരക്കേട് ഇങ്ങനെ, അതാണ് വിവരം. നഫ്സ് വലബത്തുൽ ജഹലി അലൻ നഫ്സി, നഫ്സിന്റെ മേലെ അയാൾ ജാഹിലായിരിക്കും. അയാൾക്ക് എല്ലാ വിവരം ഉണ്ടാവും. ശ്രദ്ധിച്ച് നമുക്ക് പറ്റുന്നതാണോ, ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് യോജിക്കണതാണോ? നഫ്സിന്റെ വിഷയത്തിൽ അയാൾ ആരാണ്? അയാൾ സ്വയം നിലക്ക് അയാൾ ആരാണ്? ജാഹിലാണ്. അശ്ശഫഖത്തു അലൻ നഫ്സി, നഫ്സിനോട് അയാൾക്ക് താല്പര്യവും ഉണ്ടാവും. ളുൽമിന്റെ സഹായം ഒരാൾക്ക് കിട്ടിയാൽ അയാളുടെ ശരീരത്തിന്റെ കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് ഉറങ്ങണം. ഇപ്പോൾ സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇബാദത്തെടുക്കുന്ന ആൾക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും. സുബഹിസ്കരിച്ചാണ് കിടന്നാൽ ഒരു 10 മണി വരെ സുഖമായിട്ട് ശല്യം ചെയ്ത് ഉറങ്ങാൻ പറ്റും. പക്ഷെ അയാൾ ഉറങ്ങൂല. കാരണം നഫ്സിനോട് താല്പര്യമുണ്ട്. നഫ്സിനോട് താല്പര്യ വ്യക്തിയാണ് അവിടെ നിന്ന് നഫ്സിന് കീഴ്പ്പെടും. സുന്നത്തുകൾ, മറ്റുള്ള ഔറാദുകൾ, അതൊക്കെ എന്ത് ചെയ്യും, നഫ്സ് സമ്മതിക്കണില്ല. അപ്പം അതിനെ സമ്മതിച്ചു കൊടുക്കും. അപ്പം നഫ്സിനെ അനുസരിച്ച് വഴിപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ദുൽമത്തിൻ്റെ സഹായമാണ് അവിടെ കിട്ടുന്നത്. അയാൾക്ക് നൂറിൻ്റെ സഹായം അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അസുൽ റിള അനിൻ നഫ്സി ആദ്മഹി, ഇതിൻ്റെയൊക്കെ സഹായം എന്താണ് മനസ്സിലാക്കുക. അതായത് അയാളുടെ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക്, അയാളുടെ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അയാൾ മുൻഗണന കൊടുക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിന്റെ വിഷയത്തിൽ നമ്മൾ അസംതൃപ്തരാകണം. എന്നാലേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. ശരീരത്തിന്റെ വിഷയത്തിൽ നമ്മളെപ്പോഴും സംതൃപ്തരാകരുത്. ശരീരം എപ്പോഴും എന്താണ്? ശരീരം എപ്പോൾ എന്താണ്? ശരീരം നമ്മളിഷ്ടത്തിനനുസരിച്ച് നിന്നാൽ എന്താണ്? നമ്മൾ എപ്പോഴും തിന്മയും നന്മയായി കാണേണ്ടി വരും. അപ്പോൾ ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ദുൽമ ഉണ്ടാവുള്ളൂ. അത് 3 നിലക്ക് പ്രകടമാകും. മഹാന്മാർ പറയുന്നത്, അതായത് അയാൾ തിന്മകളിലേക്ക് പോകും, വൈകാരികതയിൽ പോകും, അയാൾ അശ്രദ്ധയിലേക്ക് പോകും. ഇതൊക്കെ അയാളിൽ കാണാൻ കഴിയും. മനസ്സിലാക്കുക, അയാൾ ദുൽമിന്റെ സഹായം കിട്ടിയാണ്. അയാൾ എപ്പോഴും തെറ്റുകൾ ചെയ്യുന്ന ആളാണ്. അയാൾക്ക് എപ്പോഴും അന്ധകാരമാണ്. അയാൾക്ക് എപ്പോഴും അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുന്നില്ല. ദിക്റിന്റെ കാര്യത്തിൽ താല്പര്യമില്ല. അള്ളാഹിനെ കുറിച്ച് ശബ്ദമില്ല. എപ്പോഴും ഓഫിലാണ്. അങ്ങനെ ഒരു വ്യക്തി, അയാൾ മുസ്ലിമായ വ്യക്തിയാണ്, നാമമാത്രമായ മുസ്ലിമാണ്. പക്ഷെ അയാൾ ഇങ്ങനെയാണ്, എപ്പോഴും തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. എപ്പോഴും അള്ളാഹിനെ കുറിച്ച് അയാൾക്ക് ശ്രദ്ധയില്ല. എപ്പോഴും വഫലത്താണ്. അള്ളാഹിന്റെ കാര്യങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു വ്യക്തി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അയാൾ ആരാണ്? അയാൾ ദുൽമ പ്രകടമായ വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ ദുൽമ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുമെങ്കിലും ദുൽമ അയാൾ പ്രകടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യവിശ്വാസിയായ മനുഷ്യൻ, അവനക്ക് 100 വേണ്ടത്. അത് അള്ളാഹു താല ഇട്ടുകൊടുക്കുന്നതാണ്. അത് അള്ളാഹു താല കിട്ടുന്ന പ്രകാശം അള്ളാഹുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അത് കിട്ടിയാൽ ഈ സകല ദുൽമകളെയും അത് ഇല്ലാതെയാക്കും. അപ്പം 100 ജുന്തുൽ കൽബാണ്, ദുൽമത്ത് ജുന്തുൻ നഫ്സാണ്. അള്ളാഹു താല അള്ളാഹുവിനെ അടിയാമെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അയാൾ എന്ത് ചെയ്യും? നൂറുൽ കൽബിന്, ജുന്തുൽ കൽബിന് അള്ളാഹു തആല ഇട്ടുതരും. അള്ളാഹു തആല ഹൃദയത്തിൽ 100 കിട്ടുന്ന സ്വാലിഹീങ്ങളെ അടിമയിൽ നമ്മളാക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല അത്തരം അള്ളാഹിനെ ഉൾക്കൊള്ളുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു തആല നമ്മളാക്കി തരുമാറാകട്ടെ.